നമസ്കാരം, നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ രാമായണ മാസം കർക്കിടക മാസത്തിലാണ്, അതായത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ആചരിക്കുന്നത്. പരമ്പരാഗത ഹിന്ദു വീടുകളിലും ഹിന്ദു സംഘടനകളിലും വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലും മാസത്തിലെ എല്ലാ ദിവസവും രാമായണം വായിക്കുന്നു. 2025 രാമായണ മാസം ജൂലൈ 16 ആരംഭിച്ച് ഓഗസ്റ്റ് 16 അവസാനിക്കും. രാമായണ പാരായണം മാസത്തിലെ ആദ്യ ദിവസം ആരംഭിച്ച് മാസത്തിലെ അവസാന ദിവസം പൂർണ്ണമായും വായിക്കുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന പ്രശസ്തമായ രാമായണമാണ് ഈ മാസത്തിൽ പാരായണം ചെയ്യുന്നത്. വൈകുന്നേരത്തെ വിളക്ക് കൊളുത്തിയ ശേഷം ആളുകൾ നിലവിളക്കിന് മുന്നിലിരുന്ന് അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നു. കർക്കിടക മാസത്തിലെ അവസാന ദിവസം പാരായണം അവസാനിക്കുന്ന രീതിയിലാണ് ഇതിഹാസത്തിന്റെ വായന ക്രമീകരിക്കുന്നത്. മലയാള കലണ്ടറിലെ അവസാന മാസമാണ് കർക്കിടകം. മൺസൂൺ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന മാസമാണിത്. പഴയകാലത്ത് കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും കൃഷിയെ ആശ്രയിച്ചിരുന്നു. കനത്ത മഴ കാരണം കർക്കിടക മാസത്തെ പഞ്ചമാസം അല്ലെങ്കിൽ ക്ഷാമത്തിന്റെ മാസം എന്നാണ് വിളിച്ചിരുന്നത്. നെൽവയലുകൾ വെള്ളത്തിലായതോടെ ജോലിയില്ലാതെയായി, സാമ്പത്തികം സ്തംഭിച്ചു. മുൻ വിളവെടുപ്പ് കാലത്ത് സംഭരിച്ചിരുന്ന ധാന്യങ്ങളെ മാത്രം ആശ്രയിച്ചായിരുന്നു ആളുകൾ കഴിഞ്ഞിരുന്നത്. വീടിനോ ഗ്രാമത്തിനോ പുറത്തേക്ക് പോയി ഉപജീവനം തേടാൻ പോലും ബുദ്ധിമുട്ടുള്ള വിധത്തിൽ കനത്ത മഴ പെയ്തിരുന്നു. പ്രകൃതിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ രാമായണം വായിക്കാറുണ്ടായിരുന്നു. മലയാള പഞ്ചാംഗം അനുസരിച്ച് ഈ മാസം പുതിയ സംരംഭങ്ങളോ ശുഭകരമായ ചടങ്ങുകളോ നടത്താറില്ല. കർക്കിടക മാസത്തെ രാമായണ മാസം എന്നാണ് വിളിക്കുന്നതെങ്കിലും കേരളത്തിലെ ഹിന്ദു വീടുകളിൽ രാമായണം വായിക്കുന്നത് അപൂർവമാണ്. വീടുകളിലല്ല, ക്ഷേത്രങ്ങളിലും സംഘടനകൾ നടത്തുന്ന പരിപാടികളിലുമാണ് ഇപ്പോൾ രാമായണം വായിക്കുന്നത്. ഹിന്ദു ആത്മീയ മതസംഘടനകൾ ആ മാസത്തിൽ രാമായണത്തെ അടിസ്ഥാനമാക്കി പൊതുപ്രഭാഷണങ്ങൾ, ക്യൂസ് മത്സരങ്ങൾ, നാടകങ്ങൾ, പാരായണങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നു. ഈ മാസത്തെ മറ്റൊരു പ്രത്യേകത അധ്യാത്മരാമായണം എന്ന പുസ്തകത്തിന്റെ വിൽപ്പനയാണ്. കേരളത്തിലെ എല്ലാ പ്രസാധകരും തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട് പുറത്തിറക്കുന്നു. ഇപ്പോൾ ഇവ യൂട്യൂബിലും വിവിധ മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ ആപ്പുകളായും ലഭ്യമാണ്. സാറ്റലൈറ്റ് ടെലിവിഷൻ വ്യാപനത്തിന് നന്ദി. മിക്കവാറും എല്ലാ മലയാള ടെലിവിഷൻ ചാനലുകളും രാമായണ വായനയും ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടികളും സംപ്രേഷണം ചെയ്യുന്നു. കർക്കിടക മാസത്തിലെ അമാവാസി ദിനം മരിച്ചുപോയ പൂർവികർക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഈ ദിവസം ഹിന്ദുക്കൾ കടൽ തീരത്തും നദിയിടങ്ങളിലും പ്രത്യേക പൂജകൾ നടത്തുന്നു. രാമനും സഹോദരന്മാർക്കും സമർപ്പിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടനം രാമായണ മാസത്തിൽ നടത്തപ്പെടുന്നു. ഇത് നാലമ്പല ദർശനം എന്നറിയപ്പെടുന്നു. രാമായണം എങ്ങനെ വായിക്കാം? എല്ലാ നെഗറ്റീവ് ശക്തികളെയും പുറന്തള്ളാൻ വീട് വൃത്തിയാക്കുക. കർക്കിടകം 1 അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അഷ്ടമംഗല്യം ഒരുക്കുക, വിളക്ക് തെളിയിക്കുക, ഗണപതിക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുക, പുസ്തകം തൊടുക, പ്രാർത്ഥിക്കുക, വായിക്കാൻ തുടങ്ങുക. രാവിലെ കിഴക്കോ വടക്കോ ദർശനമായി പുസ്തകം വായിക്കാം. വൈകുന്നേരം പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ദർശനമായി പുസ്തകം വായിക്കാം. മറ്റ് സമയങ്ങളിൽ വടക്കോട്ട് അഭിമുഖമായി വായന മാത്രം. എത്ര പേജുകൾ വായിക്കണം എന്നതിന് ഒരു നിയമവുമില്ല. യുദ്ധം, ദുഃഖം, മരണം അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് വികാരങ്ങൾ എന്നിവയെക്കുറിച്ച് വരിയിൽ പരാമർശിക്കുമ്പോൾ വായന ഒരിക്കലും നിർത്തരുത്. എപ്പോഴും 2 ശുഭസൂചനകൾ വായിച്ച് ദിവസത്തിനായി നിർത്തുക. രാമായണം വായിക്കാൻ തുടങ്ങിയാൽ മാസത്തിലെ എല്ലാ ദിവസവും വായിക്കണം. വീട്ടിലിരുന്ന് ആർക്കും ആ പുസ്തകം വായിക്കാം. ഒരാൾ മാത്രം ദിവസം അത് വായിക്കണമെന്ന് നിർബന്ധമില്ല. ഉത്തര രാമായണം വായിക്കാൻ പാടില്ല. ശ്രീരാമന്റെ ജനനം മുതൽ കിരീടധാരണം വരെയുള്ള അധ്യായങ്ങൾ മാത്രമേ വായിക്കാവൂ. ബാലകാണ്ഡത്തിലെ ശ്രീരാമരാമ എന്ന് തുടങ്ങുന്ന 14 വരികൾ തുടക്കത്തിൽ ദിവസവും വായിക്കണം. മാസത്തിലെ ഒരു ദിവസം അന്നദാനം നടത്തുന്നത് വളരെ പുണ്യകരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.